ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന, വീടുകളിൽ സ്നാക്കിന്റെ കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കുന്ന ടൊമാറ്റോ കെച്ചപ്പ്. എന്നാൽ നമുക്ക് തുടങ്ങാം. ടൊമാറ്റോ കെച്ചപ്പ്. ഫ്രണ്ട്സ്, നന്നായി പഴുത്ത 1/2 കിലോ തക്കാളി വേണം. മീഡിയം സൈസിലുള്ള 7 ടൊമാറ്റോ എടുത്താലും മതിയാവും. നമുക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ്: ഒരു ചെറിയ കഷ്ണം സവാള, ഒരു മീഡിയം സവാളയുടെ 4/1, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഗ്രാമ്പു 3 എണ്ണം, വെളുത്തുള്ളി വലുതാണെങ്കിൽ 1 എണ്ണം, മീഡിയം സൈസിലാണെങ്കിൽ 1.5 അല്ലി മതിയാവും, ചെറുതാണെങ്കിൽ 4 അല്ലികൾ എടുക്കാം, കറുവപ്പട്ട 2 മീഡിയം സൈസ്, ഉപ്പ് 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ, വഴനയില വലിയ ഇലയാണെങ്കിൽ പകുതി ഇല മതിയാവും, ചെറുതാണെങ്കിൽ 1 ഇല മുഴുവനായും എടുക്കാം, ശർക്കരപ്പൊടി 4 ടേബിൾ സ്പൂൺ, ആപ്പിൾ സിഡർ വിനെഗർ 1 ടേബിൾ സ്പൂൺ. ആപ്പിൾ സിഡർ വിനെഗർ ഇല്ലെങ്കിൽ നോർമൽ വിനെഗർ എടുത്താലും മതി. വെള്ളം 3 ടേബിൾ സ്പൂൺ. കുക്കിങ്ങിനിടയ്ക്ക് ഉപയോഗിക്കാൻ വൃത്തിയുള്ള ഒരു ചെറിയ തുണി വേണം. അരിച്ചെടുക്കാൻ ഒരു അരിപ്പയും വേണം. അപ്പോൾ അത് രണ്ടും ഒന്ന് കരുതി വയ്ക്കുക. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ തന്നെ ചെറിയൊരു തുണിയിൽ ഗ്രാമ്പു, വഴനയില, കറുവപ്പട്ട, ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിട്ട് റാപ്പ് ചെയ്ത് ചെറിയൊരു കിഴിയാക്കി എടുക്കണം. ഇനി ടൊമാറ്റോ എല്ലാം കൂടെ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു കുക്കറിലേക്ക് എടുക്കാം. അതിലേക്ക് ഉപ്പും മുളകും ഇട്ടു കൊടുക്കാം. വെള്ളവും ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച കിഴി കൂടി കുക്കറിലേക്ക് ടൊമാറ്റോയുടെ ഉള്ളിലേക്ക് താഴ്ത്തി വെച്ചു കൊടുക്കാം. ഇനി ഫുൾ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഫസ്റ്റ് വിസിൽ വന്നാൽ തീ മീഡിയം ഫ്ലെയിമിലേക്ക് താഴ്ത്തി കൊടുക്കാം. ഇനി ഒരു 3 വിസിൽ കൂടി കേൾക്കണം. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു സ്പൂൺ അല്ലെങ്കിൽ ഫോർക്ക് വെച്ച് പ്രഷർ കുക്കറിലെ സ്റ്റീം എല്ലാം കളഞ്ഞെടുക്കാം. അതെല്ലാം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം കുക്കർ തുറക്കാം. ഇനി ഒരു മാഷർ അല്ലെങ്കിൽ ഫ്ലാറ്റ് സ്പൂൺ വെച്ച് ടൊമാറ്റോയെ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. അവസാനം കിഴി അതിൽ നിന്നും എടുത്തു മാറ്റാം. ഒരു പരന്ന പാത്രത്തിലേക്ക് ടൊമാറ്റോ എടുത്ത് ചൂടാറാൻ വയ്ക്കും. ഇതിനുള്ള ഒരു എളുപ്പ വഴി ഫുൾ സ്പീഡിൽ ഫാനിട്ട് അതിൻ്റെ താഴെ ടൊമാറ്റോ ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതിയാവും. ചൂടാറിയാൽ ഒരു മിക്സി ജാറിലേക്ക് ടൊമാറ്റോ ഇട്ട് നന്നായി അടിച്ചെടുക്കണം. ഈ ടൊമാറ്റോ പൾപ്പ് നമ്മൾ നേരത്തെ എടുത്ത സെയിം കുക്കറിലേക്ക് ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കാം. ഇതൊരു ശ്രമകരമായ സ്റ്റെപ്പാണ്, കുറച്ച് ടൈം എടുക്കും. ഇനി ഫുൾ ഫ്ലെയിമിൽ തീ കൊടുക്കാം. ഒന്ന് തിളച്ചു കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് താഴ്ത്താം. ഇതിലേക്ക് ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ പഞ്ചസാരയല്ല ശർക്കരപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വിനാഗിരിയും ഒഴിച്ചു കൊടുക്കാം. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കുറുക്കിയെടുക്കുക. തിക്കായി കഴിയുമ്പോൾ കുറച്ച് കെച്ചപ്പെടുത്ത് ഒരു ചെറിയ ബൗളിൽ ഒഴിച്ചു നോക്കാം. ഒഴുകിപ്പോകാതെ ഇതുപോലത്തെ കൺസിസ്റ്റൻസി ആയി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഷോപ്പിൽ നിന്നും വാങ്ങുന്ന കെച്ചപ്പിൽ സ്റ്റെബിലൈസർ ചേർക്കുന്നത് കൊണ്ട് അത് വളരെ സ്റ്റിക്കി ആയിട്ടിരിക്കും. നമുക്ക് അത്രയ്ക്കും വേണമെന്നില്ല, ഇത് മതിയാവും. നമ്മുടെ ഹോം മെയ്ഡ് കെച്ചപ്പ് റെഡി ആയിട്ടുണ്ട്. നന്നായി ചൂടാറിയ ശേഷം കുപ്പിയിലോ ഒരു ബൗളിലേക്കോ മാറ്റാം. പുളിരസം ഉള്ളതിനാൽ മെറ്റൽ പാത്രത്തിൽ സൂക്ഷിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. 3 ആഴ്ച വരെ ഇതിന് ഷെൽഫ് ലൈഫ് കിട്ടും. ഏത് സ്നാക്സിൻ്റെ കൂടെ ഈ കെച്ചപ്പ് യൂസ് ചെയ്യാം. റാപ്പ് ഉണ്ടാക്കുമ്പോൾ ഫില്ലിങ്ങിൻ്റെ കൂടെ ഒരു ലെയറായിട്ട് കെച്ചപ്പും വെച്ച് കൊടുക്കാം. കെച്ചപ്പും സോസും രണ്ടും രണ്ടാണ്. അറിയാവുന്ന ഒരു കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സ് വായിച്ചു നോക്കണേ. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എക്സ്പീരിയൻസ് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു ഡിഷുമായി ഇനിയും കാണാം. സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ഗുഡ് ബൈ. Friends must try it.